വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് ചെറുപുഴ പഞ്ചായത്ത് സ്വീകരണം നൽകി. This news is brought to you by Elroy Opticals and Computerized Eye Clinic, Cherupuzha. Phone 9961660599. പയ്യന്നൂർ മണ്ഡലം MLA വി കുഞ്ഞികൃഷ്ണന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരണം നൽകി. 11 മണിയോടെ പഞ്ചായത്തിലെത്തിയ MLAയെ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഹാളിലെ ബോർഡ് യോഗത്തിൽ MLA പങ്കെടുത്തു. മുൻ സർക്കാരിൻ്റെ കാലത്ത് ചില പ്രദേശങ്ങളെ വികസന പ്രവർത്തനങ്ങളിൽ അവഗണിച്ചതായി പരാതിയുണ്ടെന്നും എന്നാൽ ഇനി അങ്ങോട്ട് അത്തരം പരാതികൾക്ക് ഇട നൽകാതെ പക്ഷപാതമില്ലാതെ പ്രവർത്തിക്കുകയാണ് ചെയ്യുകയെന്നും MLA പറഞ്ഞു. ഊട്ടിയിലെ ജനങ്ങളോട് നന്ദി പറയാൻ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതും അതിലുപരിയായി പുതുതായി ഒട്ടേറെ വിഷയങ്ങൾ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ജനങ്ങളും ജനപ്രതിനിധികളും യഥാർത്ഥത്തിലൊരു പൂർണ്ണ ബഡ്ജറ്റല്ല. പൂർണ്ണ ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 2026 ജനുവരി മാസത്തിൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമസഭാ ചർച്ച കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവളപത്രം ഗവൺമെന്റ് നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ ധവളപത്രം സൂചിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന വരവ് പെരുപ്പിച്ചു കാണിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണ്. കേന്ദ്രത്തിൽ നിന്ന് ഗ്രാൻഡായി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന വരവ് കേന്ദ്രത്തിൽ നിന്ന് നികുതി വരുമാനമായി സംസ്ഥാനത്തിൽ ലഭിക്കും എന്ന് കരുതിയ വരവ്, ഇതിലൊക്കെ വലിയ കുറവ്, പ്രതീക്ഷിച്ചതിലും വലിയ കുറവാണ് 2025-26 വർഷം സംസ്ഥാനത്തിന് ഉണ്ടായത്. മൂന്നാം ഗഡു ആ സർക്കാർ നൽകിയിരുന്നില്ല, സർക്കാർ സന്നദ്ധമായിട്ടില്ല. അത് ഈ പ്രതീക്ഷിച്ച വരവ് ലഭിച്ചില്ല എന്നതുകൊണ്ടാണ്, ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഈ പുതുക്കിയ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് പൊതുവെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. നീക്കിവെച്ച തുക വെട്ടിക്കുറക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമാണ്. കാരണം പ്രതീക്ഷക്കപ്പുറത്തുള്ള വരവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സ്വാഭാവികമായും അതൊന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ബഹുമാനമുള്ള ആളുകളോടുകൂടി മന്ത്രിമാർക്കൊക്കെ സമർപ്പിക്കുകയുണ്ടായി. അതൊക്കെ നല്ല പ്രതികരണമാണ് നമ്മുടെ എംഎൽഎയുടെ ഭാഗത്ത് നിന്ന്. മന്ത്രിമാരുടെ ഭാഗത്ത് പ്രതീക്ഷയോടെയാണ്, വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി സ്വാഗതം പറഞ്ഞു. മെമ്പർമാരായ TP ചന്ദ്രൻ, റോഷി ജോസ്, ജമീല കോളയത്ത്, PJ ജോസ്, KC ലക്ഷ്മണൻ, ഷൈമ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് നന്ദി പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ ബജറ്റിൽ അനുവദിച്ച പദ്ധതികൾക്ക് ഭരണാനുമതിയും ടെക്നിക്കൽ സാങ്ഷനും ലഭിക്കേണ്ടതുണ്ടെന്നും തേജസ്വിനി പുഴയുടെ ടൂറിസം പദ്ധതിക്ക് 5 കോടി രൂപ
അനുവദിച്ച് ടോക്കൺ എമൗണ്ട് വച്ചിട്ടുണ്ടെന്നും വാഴക്കുണ്ടൻ ചൂരപ്പടവ് പ്രാപ്പുവിൽ റോഡിന് 25 ലക്ഷം രൂപയും ചെറുപുഴ സ്റ്റേഡിയം നവീകരണത്തിനായി 50 ലക്ഷം രൂപയും തട്ടുമൽ ചെറുപാറ തിമിരി പെരുമ്പടവ് റോഡിന് 7 കോടി രൂപയും പുളിങ്ങോൺ ടൗണിൻ്റെ നവീകരണത്തിന് 50 ലക്ഷം രൂപയും ചെറുപുഴയിൽ പുഴയുടെ വശങ്ങൾ കെട്ടി നവീകരിക്കാൻ 3 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പദ്ധതികൾക്ക് ടോക്കൺ എമൗണ്ട് മാത്രമാണ് വച്ചതെന്നും മുൻപും അങ്ങനെ തന്നെയാണ് പ്രവൃത്തികൾ ചെയ്തതെന്നും പയ്യന്നൂർ മണ്ഡലത്തിൽ ബജറ്റിൽപ്പെടുത്തിയ 31 പദ്ധതികളിൽ 11 പദ്ധതികൾക്ക് 20% തുക നീക്കിവച്ചിട്ടുണ്ടെന്നും അതിന് ഭരണാനുമതി ലഭിച്ചതിനാൽ പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും MLA പറഞ്ഞു. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ, സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.